ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ട്. അച്ഛനും മകനും മത്സരിക്കുന്നുണ്ട്. രണ്ടുപേരും ബി ജെ പി സ്ഥാനാർത്ഥികൾ. പി സി ജോർജ് പൂഞ്ഞാറിലും ഷോൺ ജോർജ് പാലയിലും. പാലയിൽ അതിഗംഭീരമായ പ്രവർത്തനമാണ് ഷോൺ നടത്തുന്നത്. ഷോൺ ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞു എന്ന് പറയാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നേറിയത്. ജോസ് കെ മാണിക്കാണെങ്കിൽ വേണോ വേണ്ടയോ എന്നൊക്കെ ആശങ്ക. ഇപ്പോൾ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തോറ്റതാണ്, വീണ്ടും തോക്കാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് മുമ്പ് പറഞ്ഞത് ജോർജ് മത്സരിക്കത്തില്ല, ജോർജ് മകൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ ജോർജ് ഒരു മാസം മുമ്പ് അവിടെ ബൂത്ത് കമ്മിറ്റിയൊക്കെ വിളിച്ചപ്പോഴേ ജോർജ് മത്സരിക്കാൻ പോകുന്നു എന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2021 തെരഞ്ഞെടുപ്പിൽ 16,581 വോട്ടുകൾക്കാണ് പി സി ജോർജ് സെബാസ്റ്റ്യൻ കളത്തുങ്കലിനോട് പരാജയപ്പെട്ടത്. പക്ഷേ പി സി ജോർജിൻ്റെ പാർട്ടി 41,851 വോട്ടുകൾ പിടിച്ച് 2ാം സ്ഥാനത്ത് വന്നു. UDF ടോമി കല്ലാനി 3ാം സ്ഥാനത്ത് പോയി. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിന് ബി ജെ പിയുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. ബി ജെ പിയുടെ വോട്ടുകൾ അന്ന് കിട്ടിയിരുന്നെങ്കിൽ 16,581 വോട്ടുകൾ കവർ ചെയ്യാൻ ജോർജിന് പറ്റുമായിരുന്നു. ഈരാറ്റുപേട്ട ഭാഗത്തുള്ള മുസ്ലിം വോട്ടുകൾ ഈ പറഞ്ഞതുപോലെ വളരെ വർഗീയമായി പി സി ജോർജ് എന്നുള്ള ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ജോർജ് തോറ്റത്. അപ്പോൾ പി സി ജോർജ് വീണ്ടും മത്സരിക്കുന്നു. ഈ തൊട്ടടുത്ത മണ്ഡലത്തിൽ പാലായോട് ചേർന്നുള്ള പൂഞ്ഞാറിൽ ഷോണും മത്സരിക്കുന്നു. കേരളത്തിൽ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അച്ഛനും മകനും അപ്പുറത്തെ ഇപ്പുറത്തെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. ഇത് എങ്ങനെ കാണുന്നു? ഷോൺ ജോർജും പി സി ജോർജും ഒരു അച്ഛനും മകനുമാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയത്തിലെ രണ്ട് വിരുദ്ധ വ്യക്തിത്വങ്ങളാണ് രണ്ടുപേരും. എന്താ ഷോൺ ജോർജ് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള, വളരെ പഠനശേഷിയുള്ള, വളരെ മിതത്വത്തോടു കൂടി സംസാരിക്കുന്ന, യുക്തിഭദ്രമായിട്ട് സംസാരിക്കുന്ന, അതേപോലെ തന്നെ വളരെ ഈ പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റേ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസ്, ആ കേസിനകത്ത് ശരിക്കും പറഞ്ഞാൽ വീണാ വിജയൻ നേരിടുന്ന ഏറ്റവും വലിയൊരു നിയമ പോരാട്ടം ഷോൺ ജോർജിലൂടെയാണ് നേരിടുന്നത്. അതേപോലെ തന്നെ കുഴൽനാടനൊക്കെ ക്രെഡിറ്റ് അടിക്കാൻ നോക്കി. അതെ, അപ്പോഴാണ് പുള്ളിയുടെ ഭൂമി കയ്യേറ്റം വന്നു, കുഴൽനാടൻ കുഴലിനകത്ത് കയറി. അതെ. അപ്പോൾ ഷോൺ ജോർജ് അതേ സമയത്ത് പി സി ജോർജ് അതല്ല, വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയും. സത്യം എന്ത് പുള്ളിക്ക് സത്യം എന്ന് തോന്നുന്നതെന്ന് പറയും, ബോധ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ ഒരു പോസ്റ്റ് കിടക്കുന്നത് കണ്ടു. രാത്രിയിൽ എല്ലാവരും രണ്ട് പെഗ് വിസ്കി അടിച്ചു കഴിഞ്ഞാൽ നടുവേദന മാറും. അങ്ങനെ പോസ്റ്റ് ഇട്ടോ? അങ്ങനെ ഒരു പോസ്റ്റ് കിടക്കുന്നു, നടുവേദന മാറും. പിന്നെ അതുപോലെ 60 വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ എല്ലാവരും 2 അടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പറയും. അതോടൊപ്പം തന്നെ ഗാന്ധിജി ഈ രാജ്യത്ത് എന്താ ചെയ്തത് വെച്ചത്? 2 പെണ്ണുങ്ങളുടെ തോളെ കൂടെ കൈയിട്ട് നടക്കുന്നതല്ലാതെ എന്ത് ചെയ്തത്? അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിടുവായിത്തരങ്ങളൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാട്ടോ. തീർച്ചയായിട്ടും ഗാന്ധിയെക്കുറിച്ച് എനിക്കും ഈ അങ്ങ് പറയുന്ന അത്ര റെസ്പെക്റ്റ് ഒന്നും എനിക്കില്ല. അല്ല, അത് വേണമെന്നില്ല. ഗാന്ധിയെ റെസ്പെക്ട് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. ഗാന്ധിജി തന്നെ അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ ആരും അനുകരിക്കരുത്, ഞാനൊരു മാതൃകാ വ്യക്തിയല്ല, ഞാൻ എൻ്റെ പരീക്ഷണങ്ങളാണ് അദ്ദേഹം തോളിൽ കൈയിട്ട് പരീക്ഷണം നടത്തിയിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം നഗ്നനായിട്ട് കിടന്നു, സ്ത്രീകളുടെ കൂടെ. അതേ ആഭയും പിന്നെ മനുവും അപ്പുറവും ഇപ്പുറവും കിടന്നു. രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ എന്തിനാണ് അദ്ദേഹത്തിന് ഉത്തേജനം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കിടന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ 2 സ്ത്രീകളും അദ്ദേഹത്തിനെ ഈ 2 പെൺകുട്ടികൾക്കും അദ്ദേഹം ഒരു അമ്മയെ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അമ്മയെ പോലെ ആണെങ്കിലും അമ്മായിയെ പോലെ ആണെങ്കിലും 2 പെൺകുട്ടികളുടെ കൂടെ നഗ്നനായ ഒരു പുരുഷൻ കിടക്കുന്ന പോക്സോ കേസാണ്. അത് നമുക്ക് സാമൂഹികമായി. പക്ഷേ ഗാന്ധിജി എന്തുകൊണ്ടാണ് വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്? അത് വേറൊരു വലിയ വിഷയമാണ്. ഗാന്ധിജി എന്തുകൊണ്ട് വ്യത്യസ്തനായിട്ട് നിൽക്കുന്നു? ഗാന്ധിജി എന്തുകൊണ്ട് ഒറ്റ ഉദാഹരണം ഞാൻ ചോദിച്ച ഉത്തരം പറഞ്ഞാൽ മതി താങ്കൾ. അതായത് ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ സുനിൽ പീളയിടത്തിൻ്റെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു മാനുവലാണത്. ഓക്കെ, ആ യുദ്ധത്തിൻ്റെ മാനുവൽ, അതായത് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിൻ്റെ മുത്തച്ഛനല്ല, പിന്നെ കൊച്ചുമക്കളല്ല, ആരാണെങ്കിലും നിൻ്റെ ഈ മറ്റേ ക്ലൈബ്യം കളഞ്ഞിട്ട് എഴുന്നേറ്റ് എന്ന് അട്ടിക്കിടാന്നാണ് കൃഷ്ണൻ അർജുൻ്റെ അടുത്ത് ധർമ്മം ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായി പറഞ്ഞു. എന്നിട്ട് ഈ വയലൻസിൻ്റെ പുസ്തകമായ ഭഗവത്ഗീത കക്ഷത്തിൽ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് വയലൻസിന്റെ പുസ്തകം നമ്മുടെ വിഷയം മാറിപ്പോ? അല്ലല്ല, ഒറ്റ വിഷയം. എന്തുകൊണ്ട് ഈ ഗാന്ധിജി നോൺ വയലൻസ് പറഞ്ഞു, പ്രീച്ച് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു? അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഗാന്ധിജിയെ മനസ്സിലാക്കാൻ പറ്റൂ. അല്ല, അത് അവിടെയാണ് എൻ്റെ അഭിപ്രായ വ്യത്യാസം. അവിടെ വയലൻസിന്റെ പുസ്തകമാണെന്ന് നമ്മൾ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. വയലൻസിന്റെ പുസ്തകം അല്ല, പുസ്തകം വയലൻസിന്റെ അല്ല, അത് അഹിംസയുടെ പുസ്തകമാണ്. അതാണ് കാര്യം. വയലൻസിന്റെ പുസ്തകമല്ല. പക്ഷെ അത് അഹിംസയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പി സി ജോർജിന്
എനിക്കറിയില്ല, ഈ ജന്മത്തെ അദ്ദേഹത്തിന് എന്തായാലും പറ്റത്തില്ല. ഉം. അത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയില്ലാതെ നമുക്ക് ഗാന്ധിജിയെ സമീപിക്കാൻ പറ്റത്തില്ല. ഗാന്ധിജിക്ക് നെഹ്റുവിന് ഗാന്ധിജിയെ മനസ്സിലായിട്ടില്ല. ഗാന്ധിജി നെഹ്റുവിൻ്റെ വളരെ അടുത്ത അത് ആ, വേറൊരു വേറെ ഡിബേറ്റാണ്. ഡിബേറ്റാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പി.സി. ജോർജ് വളരെ ഇതായിട്ട് പറയുകയാണ്, ഈ 2 സ്ത്രീകളുടെ പുറത്തുള്ള കൈയിട്ടാണെന്നല്ല, ഗാന്ധി ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ ഇന്ത്യയിൽ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേ ഗാന്ധിജിയെ വിമർശിക്കാം, തീർച്ചയായിട്ടും ചെയ്ത് വിമർശിക്കാം, ശരിയാണെന്ന് ശരിയല്ല എന്ന് പറയാൻ പി.സി. ജോർജിനും എനിക്കും ആർക്കും അവകാശമുണ്ട്. പക്ഷെ അത് പറയുന്ന രീതിയുണ്ട്, പറയുന്ന പിന്നെ അത് നമ്മൾ റവറൻസ് എന്ന് പറഞ്ഞ സാധനം ഓരോരുത്തരുടെയും മനസ്സിന്റെ അടിത്തട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, പി.സി. ജോർജിൻ്റെ പബ്ലിക് ഉദാഹരണത്തിന് ഈ പി.സി. ജോർജ് അവിടെ കഴിഞ്ഞതിൻ്റെ തൊട്ട് 2016 ഇലക്ഷൻ അദ്ദേഹം അവിടെ ജയിച്ചിരുന്നു അല്ലേ? ആ ജയിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന പി.സി. ജോർജിൻ്റെ ഇമേജ് അല്ല 2021 വന്നപ്പോൾ ഉണ്ടായത്. അല്ല, അതിന് കാരണം ഒരു കമ്മ്യൂണൽ ഫാക്ടർ ഉണ്ട് അതിനകത്ത്. പി.സി. ജോർജിനെ സംബന്ധിച്ച് ഇപ്പം നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു സാധനമല്ലേ, ഇപ്പം വലിയ യുദ്ധം നടക്കുന്നു, ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, അമേരിക്കയും ഇസ്രയേലും ഒന്നിച്ച്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിനൊക്കെ നറേറ്റീവ്സാണ്. ഇപ്പം ഞാൻ നോക്കുന്നത്, ഈ നറേറ്റീവ് ബിൽഡിങ്ങിൽ അമേരിക്കയായിരുന്നു എക്കാലത്തും ഫസ്റ്റ്, ഇപ്പോൾ ഇറാനാണെന്ന് തോന്നുന്നു. കാരണം അവർക്ക് നിരന്തരം അവർ പറയുകയാണ് നെതന്യാഹു മരിച്ചു, അവരുടെ ലീഡർഷിപ്പ് മുഴുവൻ പോയപ്പോൾ ഇപ്പുറത്തും വലിയ മാരകമായ തകർച്ച ഉണ്ടായിരിക്കുന്ന ഒരു നറേറ്റീവ്സ് ഓടുകയാണ് എന്ന് പറയുന്ന പോലെ. അങ്ങനെയല്ല, നെതന്യാഹുടെ പയർ പോലെ കണക്കുണ്ട്. പക്ഷേ ഈ നറേറ്റീവ്സ് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്ന് പറയുന്ന പോലെ പി.സി. ജോർജിനെ ഒരു വലിയ ഭീകരനോ വർഗീയവാദിയോ ഒക്കെ ആക്കിയത് ഇതിനകത്ത് PhD എടുത്ത ആളാണ്. അല്ല, പി.സി. ജോർജിനെ ഞാൻ വർഗീയവാദി ഒന്നുമായിട്ടല്ല കാണുന്നത്. പി.സി. ജോർജിൻ്റെ ഒരു രാഷ്ട്രീയമായ സാമൂഹികമായ ഒരു കാഴ്ചപ്പാട് എന്തെങ്കിലും ഉണ്ട്. ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുമ്പോഴത്തേക്ക് രാഷ്ട്രീയ നേതാവിൻ്റെ എന്തെങ്കിലും ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വേണം. അവിടെ ഞാൻ പറഞ്ഞു, ഷോൺ ജോർജ് വ്യക്തമായ ഒരു രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാട് അയാൾ മുമ്പോട്ട് വയ്ക്കുന്ന ചെറുപ്പക്കാരൻ. അല്ല, അതിനകത്തൊരു വ്യത്യാസം. പക്ഷേ പി.സി. ജോർജ് തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോട് എന്താണ്, അതല്ലല്ലോ, അങ്ങനെ ആയിക്കൂടാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആകാം. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, സാധാരണ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കണ്ട് ഓരോ സമൂഹത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളിലെ സൂക്ഷ്മതയെ കണ്ട് സംസാരിക്കുമ്പോഴാണ് ഒരു നേതാവ് രാഷ്ട്രീയ നേതാവാകുന്നത്. നയിക്കേണ്ട വ്യക്തികളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷയത്തിലോടുള്ള അഭിപ്രായം എന്താണ്? ഉദാഹരണത്തിന് കേരളത്തിൽ നാളെ ഇവിടെ അദ്ദേഹം അധികാരത്തിൽ വരുന്നിരിക്കട്ടെ, ഇവിടെ മദ്യം അത് നിയന്ത്രിക്കണോ, അതോ നിരോധിക്കണോ, അതോ വ്യാപകമായ രീതിയിൽ കൊടുക്കണോ? അതിനകത്ത് പി.സി. ജോർജിൻ്റെ നിലപാട് എന്തായിരിക്കും? പി.സി. ജോർജ് ഈ പറഞ്ഞതുപോലെ മദ്യത്തിനകത്തും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു, വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അച്ഛനായിരുന്നു ഈ റേഞ്ചിലെ മുഴുവൻ കള്ളുഷാപ്പുകളുടെ കോൺട്രാക്ട് എടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ സാധാരണക്കാരായ ആൾക്കാരെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം നമ്മൾ മനസ്സിലാക്കുക ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ പി.സി. ജോർജിൻ്റെ സമീപനങ്ങൾ എന്തായിരിക്കും? ചില സമയങ്ങൾ അതുപോലെ തന്നെ എതിർപക്ഷത്ത് നിൽക്കുന്നവരോട് സംസാരിക്കുന്ന രീതി എങ്ങനെയായിരിക്കണം? ഇത് സാംസ്കാരികമായ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ സാംസ്കാരികമായ പ്രശ്നം ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സാംസ്കാരിക നിലവാരം എന്താണ്? അതുകൊണ്ടാണ് അല്ല, അതും മണി എന്ന് പറഞ്ഞ മണിയാശാന്റെ നിലവാരം എന്തുകൊണ്ടാണ് അവരെയൊക്കെ വിമർശിക്കുന്നത്? അല്ല, വിമർശിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിതകരമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതാണ്. തീർച്ചയായും ഓരോരുത്തർക്കും. ഇപ്പം ഞാൻ പറയുന്നു, പിണറായി വിജയനെ സംബന്ധിച്ച് പരനാറി എന്ന് പ്രേമചന്ദ്രനെ വിളിക്കുമ്പോൾ പിണറായി വിജയന് പല കാര്യങ്ങളുണ്ട്. ഡി.പി. ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിക്കും. അല്ല, അതിൻ്റെതായ കാരണമുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ഒരു രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പറയുന്നില്ലേ, നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വെളിയൊന്നും മാറ്റാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്നിടത്ത് സെൽഫി എടുക്കാൻ എന്നെ കിട്ടില്ല. ഈ മാസവും തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തിക്കുമ്പോൾ പിണറായി ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമായ വനിത ഒരു സെൽഫി എടുക്കാൻ തട്ടിമാറ്റി പോയി. പിണറായിക്ക് മാറാൻ താല്പര്യമില്ല. പിണറായി അതാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ജനങ്ങൾ കാണുകയാണ്. നമ്മുടെ ജനായത്ത സംവിധാനമല്ലേ. അതെ, കേരളത്തിൽ പക്ഷേ വേറെ കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നേതാവ് പിണറായി വിജയനാണ്. അതുമാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? പിണറായിക്കാണെങ്കിൽ പി.സിക്കും ആകാം. അല്ല, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ രണ്ട് ചർച്ച ഒരു മാധ്യമത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ. പിണറായിക്കാവുകയാണെങ്കിൽ പി.സി. ജോർജിനും ആകാം എന്നുള്ളൊരു സമീപനം നമുക്കെടുക്കാൻ പറ്റത്തില്ല. നമുക്കെടുക്കാൻ പറ്റുമെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാനോ അങ്ങോ രസിക്കുന്ന, രുചിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഭാഷയിലെ മറ്റൊരാൾ പ്രതികരിക്കാവോ എന്ന് നമുക്ക് ശടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ സംഭാഷണത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കൊച്ചു കുട്ടി ഇത് എൻ്റെ ഭാഷ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്താണ്? ആ കുട്ടിയിൽ ഉണ്ടാകാവുന്ന വീക്ഷണങ്ങൾ എന്താണ്?
ആ കുട്ടിയുടെ വൈകാരികത എങ്ങനെ ബാധിക്കും? ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ ആ കൊച്ചുകുട്ടിയുടെ മാനസികാവസ്ഥ ഇത് കറപ്റ്റ് ചെയ്യുമോ, അതോ അതല്ല അതിന് കൂടുതൽ ഉത്തേജിതമാക്കുമോ എന്നുള്ള സംഗതികൾ ഒരു മുതിർന്ന പൗരൻ എന്ന നിലയിലും ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിലും ഞാൻ ഈ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ വേറെ കാര്യമായിട്ട് അത് അങ്ങനെ ഉത്തരവാദിത്തത്തോടു കൂടി മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്ന സമയത്ത് അവരോടൊന്ന് സംസാരിക്കാൻ ഈ രാഷ്ട്രീയ നേതാക്കൾ അപ്പോൾ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കും. മലേറിയ, കാട്ടുപന്നി, കാട്ടുപോത്ത്, കരിമ്പാറകൾ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഭൂപ്രദേശം വെട്ടിപ്പിടിച്ച് അവിടെ ആവാസ യോഗ്യമാക്കി ജീവിച്ച ഒരു വിഭാഗം മനുഷ്യരുണ്ട് ഹൈ റേഞ്ചിൽ, ഇരാറ്റുപേട്ട മുതൽ അങ്ങോട്ട്. അവരുടെ ഭാഷ ചിലപ്പോൾ പാറക്കല്ല് പോലെ ആയിരിക്കും സാർ. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ്. അവർ ജനിതകമായി അവർ നിരന്തരം പോരാട്ടങ്ങളിലൂടെ ഉരുവം വന്ന ഒരു ജനതയുണ്ട്. ആ ജനതയുടെ ഭാഷ നമ്മളിപ്പം ഇതൊന്നും അനുഭവിക്കാതെ വളരെ വലിയ ആയാസമൊന്നുമില്ലാതെ മധ്യ കേരളത്തിൽ ജീവിച്ചു വന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംസ്കൃതമായ ഭാഷയും പെരുമാറ്റ രീതിയും നിരന്തരം പ്രകൃതിയോടും മണ്ണിനോടും ഒക്കെ പോരാടി വന്ന, രോഗങ്ങളോടും ഒക്കെ കാട്ടുമൃഗങ്ങളോടും ഒക്കെ പോരാടി വന്ന ഒരു മനുഷ്യരുടെ കൂട്ടർക്കൊണ്ടാണ് ഇത് കിഴക്കൻ പ്രദേശത്തേക്ക് പോയാൽ അവിടുത്തെ ജനസാമാന്യം സംസാരിക്കുന്ന ഭാഷയാണ് പി സി ജോർജിൻ്റെത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അപ്പോൾ ആ ജനതയെ മുഴുവൻ നമുക്ക് അവിടെയാണ് നമ്മൾ വീണ്ടും സംസാരിക്കേണ്ടത്. അതായത് ഒരു ഗുഹയ്ക്കകത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് പുറത്തൊരു പുലിയും ഒരു പാമ്പും കാവൽ കിടന്ന് ആ ഗുഹയ്ക്കകത്ത് ഇറങ്ങി വന്നൊരു മനുഷ്യനാണ് കേരളത്തിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീനാരായണ ഗുരു എന്ന് പറയും. അപ്പോൾ ഈ നമ്മളുടെ രാജ്യത്തിൻ്റെ സംസ്കാരം തന്നെ ഈ കാട്ടുമൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയ്ക്ക് മനുഷ്യർ അവരുമായിട്ട് ചേർന്ന് ജീവിച്ചിട്ടുള്ള സംസ്കാരത്തിൻ്റെയാണ്. അവരുമായിട്ടുള്ള പോരാട്ടത്തേക്കാൾ ഉപരി ഈ രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഈ വന്യമൃഗങ്ങളുടെയും കൊടുങ്കാട്ടുകളുടെയും മഞ്ഞിനകത്തും ഇരുന്ന മനുഷ്യർ നമുക്ക് ദാനമായി അവരുടെ ദർശനത്തിൽ നിന്ന് കിട്ടിയത് ദാനമായി തന്ന സംസ്കാരമാണ് നമ്മളുടെ. നമ്മൾ ആ സംസ്കാരം നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞത് ശരിയാണ്. വെട്ടിപ്പിടുത്തങ്ങളുടെ അതിന്റെ അർത്ഥം ഹൈറേഞ്ചിലേക്ക് കുടിയേറിയ ആളെ പോലെ അല്ല മരുത്തോമലയിലെ ഗുഹയിൽ പോയിരുന്നത്. അവിടെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് അവർ ഈ പി സി ജോർജിന്റെ പൂർവികർ കുടിയേറിയപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോഴത്തെ അവസ്ഥ. അല്ല, അതിൽ നിന്ന് അവർ റിഫൈൻ ചെയ്ത് വരണം. അല്ല, ഞാൻ പറയുന്നത് ഗുരു ലോകത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പോയത്. ഹൈറേഞ്ചിലേക്ക് ഈ കോട്ടയത്ത് നിന്നും ഒക്കെയുള്ള ആളുകൾ പോയത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, അത് പോരാട്ടമായിരുന്നു. അത് സംബന്ധിച്ചാൽ പി സി ജോർജ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിൽ. പി സി ജോർജ് മാത്രമല്ല, പി സി ജോർജ് ഉൾപ്പെടെയുള്ള ആ മേഖലയിലെ ജനങ്ങൾ, ആ ജനങ്ങളുടെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് പി സി ജോർജ് അവരുടെ പ്രതിനിധിയാവുന്നത്. അവരെ നമ്മൾ മൃഗീയമായ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അവരെ നമ്മൾ മനുഷ്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ നിലയിൽ പി സി ജോർജ്, അവിടെയാണ് ഷോൺ ജോർജ് വ്യത്യസ്തനായി മാറുന്നത്. അല്ല, ഷോൺ പി സി ജോർജ് അനുഭവിച്ച ജീവിത പ്രതലങ്ങളിലൂടെ കടന്നുപോയ ആളല്ല. എങ്കിൽ പി സി ജോർജിന്റെ മകനായിരുന്നു ഷോൺ. അതിൻ്റെതായ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഷോണിന് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. കാരണം എന്താ അറിയോ, എങ്ങനെ ചില പൊതുവേദികളിൽ പെരുമാറരുതെന്നുള്ളത് പോലും ഷോൺ ജോർജിന് പി സി ജോർജിന് മനസ്സിലായിട്ടുണ്ട്. പണ്ട് ഏതോ ഒരു ആരുടെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഒരു ഹോട്ടലിൽ കയറിയിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഓർഡർ ചെയ്ത ഭക്ഷണത്തിന് $10 അപ്പം അവിടുത്തെ വെയിറ്റർ വന്ന് അദ്ദേഹത്തെ അറിയാവുന്ന ആലോചിച്ചു, അല്ല അങ്ങയുടെ മകൻ വന്നാൽ അവൻ മിനിമം $100 ഭക്ഷണമൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞു, അവൻ എൻ്റെ മകനാണ്, ഞാനൊരു ബില്യണയറാണ്, എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു, അതുകൊണ്ട് ഞാൻ $10 കൊടുക്കുക. പക്ഷെ അവനെ സംബന്ധിച്ച് അവൻ്റെ അച്ഛനായ ഞാൻ കോടീശ്വരനാണ്, അതുകൊണ്ട് അവന് $100 കഴിക്കാം. ഈ ഒരു വ്യത്യാസം. പക്ഷേ എന്നിരുന്നാലും അവിടെ അത് തന്നെയാണ് ശരി, അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാണ് പൊതുവിടങ്ങളിൽ സംസാരിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അച്ഛനെ വാച്ച് ചെയ്യുമെന്ന് മനസ്സിലാക്കിയതായിരിക്കാം. കാരണം ഒരിക്കൽ പോലും പി സി ജോർജിൻ്റെ വായിൽ നിന്നിരുന്ന വാക്കുകൾ ഷോൺ ജോർജിൽ നിന്ന് വരുന്നില്ല. അല്ല, പി സി ജോർജിനെ പോലെയുള്ള ആളുകളും നിയമസഭയിൽ വേണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഉറപ്പായിട്ടും. കാരണം അങ്ങനെ ഇപ്പം ഞാൻ ഷോണിനെ കാണുമ്പോൾ ഷോൺ ചെറുപ്പക്കാരനാണ്, പക്ഷെ ഞാൻ പി സി ജോർജിൽ ഒരു ശുഭിത യൗവനം കാണുന്നുണ്ട്. അതൊക്കെ വലിയ വിഷയമാണ്. യൗവനം ശോഭിക്കാനുള്ളതാണോ? അതെ വാർദ്ധക്യത്തിലും ശോഭിക്കാൻ കഴിയും. അല്ലേ, ക്ഷോഭം എന്ന് പറയുന്നത് ഭീരുത്വത്തിൽ നിന്ന് വരുന്ന സാധനമാണ്.
നമ്മുടെ സമയം കഴിയുന്നു. സമയം കഴിയുന്നു. ഏതായാലും PC ജോർജും ഷോൺ ജോർജും മത്സരിക്കുന്നുണ്ട്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് അച്ഛനും മകനും അല്ല, തൊട്ടടുത്ത ഈ പൂഞ്ഞാറിലെ സംഗതി നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഉം. അവിടെ ഈ പറഞ്ഞ 16,000 വോട്ടിന്റെ ഒരു വ്യത്യാസമുള്ളൂ. വ്യത്യാസമുള്ളൂ. BJP ഇത്തവണ കൂടെയുണ്ട്. BJP കൂടെയുണ്ട്. BJPക്ക് കാര്യമായ ഒരു സംഗതി ഇല്ല എങ്കിൽ പോലും മാറിയ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ചർച്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മാറ്റമുണ്ട്. അല്ല, മാറ്റങ്ങൾ BJPക്ക് ഇല്ല. PC ജോർജിന്റെ കഴിഞ്ഞ പരാജയത്തിന് കാരണമായ 16,000 വോട്ടിൽ കൂടുതൽ BJPക്ക് അവിടെ ഉണ്ട്. അതാണ് ഒരു ഘടകം. പിന്നെ അത് പിന്നെ മാത്രമല്ല മാത്രമല്ല, കോൺഗ്രസ് വളരെ പിന്നെ ഏറ്റവും ദുർബലമാണ് എന്നുള്ള ഒരു കോൺഗ്രസ് ഘടകം. ദുർബലമാണ്. അതിലേക്ക് ഉപരി അവിടെ ഈ ഒരു ഇസ്ലാമോഫോബിയ ഒരു ഫാക്ടർ വല്ലാതെ വർക്ക് ചെയ്യുന്നൊരു മണ്ഡലമാണ്. അപ്പോൾ അതിനെതിരെ അപ്പോൾ ഈരാറ്റുപേട്ടയിലെ ക്രിസ്ത്യാനികൾ, പൂഞ്ഞാറിലെ ക്രിസ്ത്യാനികൾ, ഈരാറ്റുപേട്ട കേന്ദ്രമായി വളർന്നു വരുന്ന ഒരു കമ്മ്യൂണൽ, ഒരു പ്രത്യേക ഐലൻഡ് ഒരു ഫാക്ടറുണ്ട്. അത് മനസ്സിലാക്കുന്നുണ്ട്. അതിനോട് ഫൈറ്റ് ചെയ്യാൻ ജോർജ് തന്നെ വേണം എന്ന് അവിടുത്തെ ക്രൈസ്തവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പാലായും പൂഞ്ഞാറും കൂടെ ഇത്തവണ NDAയുടെ ലിസ്റ്റിലേക്ക് വരും. നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാമല്ലോ. അതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.